അർജൻറ്റീന ടീമിൻ്റെ കുറേ സംശയങ്ങളുണ്ടല്ലോ. അതായത് മുന്നേറ്റത്തിൽ മെസ്സിക്ക് കൂട്ട ആര്, ഇപ്പോൾ ലൗട്രോ ആണെങ്കിലും ഹൂലിയൻ ആൽവാരസ് ആണെങ്കിലും അത്ര നല്ലൊരു ഫോമിലല്ല. കഴിഞ്ഞ കളിയിൽ ലൗട്രോ ഗോൾ അടിച്ചു, അത് പെനാൽറ്റി ഗോളായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യ വേൾഡ് കപ്പ് ഗോളാണ്. ഹൂലിയൻ ആൽവാരസ് ആണെങ്കിലും അത്ര നല്ലൊരു ഫോമിലേക്ക് വേൾഡ് കപ്പിൽ എത്തിയിട്ട് വന്നിട്ടില്ല, അദ്ദേഹത്തിന് ആംഗിൾ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എന്ത് കരുതുന്നു, ആ ഒരു പ്രശ്നം ഇന്ന് ആരായിരിക്കും മെസ്സിക്കൊപ്പം അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഒരു ആശങ്ക ഈ ഒരു കാര്യമാണ്. അപ്പോൾ മെസ്സി വളരെ റിലാക്സ്ഡ് ആയിട്ട്, പക്ഷേ മെസ്സിക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട്, കൂടുതൽ എന്താ പറയുക, ഒരു ബേർഡൻ ഇല്ലാതെ, സമ്മർദ്ദം ഇല്ലാതെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൽവരസ്, അതേപോലെ തന്നെ ലോത്തറോ മാർട്ടിനസ് പോലെയുള്ള, അൽമഡ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രതീക്ഷയൊക്കെ ഉയരാൻ ഗോൾ അടിക്കണം. ഒരു നല്ലൊരു അവസരം ഉണ്ട്, ജോർദാനെതിരെ മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരം വേണ്ടത് പ്രതീക്ഷക്കൊത്ത രീതിയിൽ 2 ഗോൾ അടിച്ചത് ശരി തന്നെയാണ്. പക്ഷേ മെസ്സി വന്നതിന് ശേഷം ഒരു ഗോൾ അടിച്ചതും അവർക്ക് ഒരു പക്ഷേ കൂടുതൽ എന്താ പറയുക, നല്ലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു അവസരമായിരുന്നു ആ സമയത്ത് കൂടുതൽ ഗോൾ അടിച്ച് കൂട്ടാൻ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു വേദിയായിരുന്നു അത്. ഓപ്പൺ പ്ലേ ഗോൾ വന്നില്ല, വന്നില്ല. അതെ, പെനാൽറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു പെർഫോമൻസിനുള്ള ഒരു അവസരം ആക്ച്വലി അവർ കളഞ്ഞു കുളിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഡിഫൻസിലാണെങ്കിൽ ഇപ്പം കോച്ചിന്റെ ഭാഗത്തു നിന്ന് ചില സംശയങ്ങൾ ഉണ്ട് എന്നാണ് TYC സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഈ വിങ്ങിൽ നിക്കോളാസ് ടാഗ്ലിയഫിക്കോ ഇടത് വിങ്ങിൽ സാധാരണ കളിക്കാറില്ല. അപ്പോൾ ടാഗ്ലിയഫിക്കോക്ക് പകരം അദ്ദേഹത്തിന് പരിക്കായ സമയത്ത് ഫെക്കുണ്ടോ മെദീനയെ കളിപ്പിച്ചിരുന്നല്ലോ. മെദീന ആക്ച്വലി ബേസിക്കലി സെൻറ്റർ ബാക്കാണ്, പക്ഷെ ആ പൊസിഷനിൽ കളിച്ചപ്പോൾ നന്നായി കളിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മെദീനയെ തന്നെ അവിടെ ഇറക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മധ്യനിരയിൽ പക്ഷേ സംശയങ്ങളില്ല, നമ്മുടെ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മെക്കലിസ്റ്ററും അതുപോലെ റോദ്രിഗോ ഡിപോളും പിന്നെ അൽമേഡ ഉണ്ടാവും. അപ്പോൾ ആരാധകർ, ഇപ്പോൾ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഇതാണ് ലൈനപ്പ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ലോ ചെൽസോനെ കളിപ്പിക്കാത്ത എന്താണ്? അങ്ങനെ ഇപ്പോൾ ആ ഒരു മിഡ്ഫീൽഡൊക്കെ മാറ്റി ലോ ചെൽസോയെ കളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് ഫീലിംഗ് വരുന്നു അതിനെക്കുറിച്ച് എന്ത് പറയാൻ തോന്നുന്നു? ഇപ്പോൾ നിലവിലുള്ള ടീമുകൾ തന്നെ ഒന്ന് എന്താ പറയുക, ഇവർ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ചെയ്യാൻ കഴിയാത്ത പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഒന്ന് ഒത്തിണക്കത്തോട് കൂടിയിട്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആവുന്ന വിഷയമുള്ളൂ. അതാണ്. അപ്പോൾ ഒരുപക്ഷെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ കൂടുതലായിട്ട് ഒരുപക്ഷെ അധികം റിസ്ക്, ഇപ്പോൾ ആ തുടക്കത്തിൽ തന്നെ നല്ലൊരു വിജയം വന്നു. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഈസി മാച്ചുകളായിരുന്നു. അപ്പോൾ ഒന്നുകൂടി മെസ്സിയുടെ പെർഫോമൻസ് ഉണ്ടായപ്പോൾ, അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്കൊന്നും കൂടുതലായിട്ട് അതിനുള്ളൊരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു വേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കൗട്ട് സ്ഥിതി മാറിയത് നോക്കൗട്ട് സ്റ്റേജാണ്. ഒരു പക്ഷേ ഈ പ്ലെയേഴ്സ് തന്നെ ഒരു പക്ഷേ കാര്യങ്ങളിൽ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാം, നല്ല രീതിയിലേക്ക് ഒരു പക്ഷേ ഉയർന്നേക്കാം എന്നുള്ളതാണ്. ലോ ചെൽസോ പോലുള്ളൊരു കളിക്കാരാണ്, ഫ്രീ കിക്ക് ഗോൾ അടിച്ചാണ്. അദ്ദേഹം കൂടുതൽ പ്ലേയിങ് ടൈം അർഹിക്കുന്നില്ലേ, അതല്ലേ സ്റ്റാർട്ടിങ്ങിൽ ഇടം കൊടുക്കണ്ടേന്നാണ് ഈ ആരാധകരുടെ ചോദ്യം. പക്ഷേ കോച്ചിനിപ്പം കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ടത് മാറ്റാൻ സാധ്യതയില്ല. എന്ത് തോന്നുന്നു? സ്കലോണിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എങ്ങനെയാണ് ഇപ്പോൾ ടീമിൻ്റെ ലൈനപ്പ് എങ്ങനെയാണ് കൊണ്ടുവരുന്ന ഫോർമേഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ലോ സെൽസൊക്കെ അന്ന് ജോർദാനയുടെ അവസരം കിട്ടി, പക്ഷേ ആ ടൈമിൽ നല്ല രീതിയിൽ വിനിയോഗിച്ചു, നല്ലൊരു ഫ്രീ കിക്കാണ്, നല്ല ഫ്രീ കിക്കുള്ള ഗോൾ നേടി, നന്നായി കളിച്ചു. ഒരുപക്ഷെ ഫാൻസ് ഒരുപക്ഷെ നമ്മൾ എന്താ പറയുക വൈകാരികമായിട്ട്, കാരണം വെച്ചെങ്കിൽ കളി കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലോസൻസ് തീർച്ചയായിട്ടും അതിൽ അർഹിക്കുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ ഇറങ്ങാനൊക്കെയുള്ള സാധ്യത ഉണ്ട്, തള്ളി കളഞ്ഞൂടാന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈനപ്പ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണിത്, കംപ്ലീറ്റ്ലി കൺഫേംഡ് എന്നല്ല പറഞ്ഞാൽ ഓൾമോസ്റ്റ്. അവിടുത്തെ മാധ്യമങ്ങൾ നൽകുന്ന വിവരം, ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടീനസ്, ഡിഫൻസിൽ നാഹുൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടീനസ്. ഇടതുഭാഷത്തിലാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ, ടാഗ്ലിയഫിക്കോ ഓർ ഫെക്കുണ്ടോ മെദീനയെ കളിപ്പിക്കാനുള്ള സാധ്യത TYC സ്പോർട്സ് ചൂണ്ടിക്കാണിക്കുന്നു. മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും തിയാഗോ അൽമേഡയും. അറ്റാക്കിൽ ലിയോ മെസ്സിക്കൊപ്പം ആര് എന്നുള്ളതാണ് ചോദ്യം ഇനി ബാക്കിയുള്ളത്. ലൗട്രോ ഓർ ഹൂലിയൻ ആൽവാരസ് എന്നുള്ളതാണ്. ലൗട്രോയെ കളിപ്പിച്ചേക്കും എന്ന് പറയുന്നത്, കാരണം ഹൂലിയൻ ആ പരിക്കിൽ നിന്ന് അങ്ങ് 100% ഫിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു കാര്യം. അപ്പോൾ ഇതാണ് അർജന്റീനയുടെ 11.